بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله. الحمد لله الذي جعلنا من أمة محمد صلى الله عليه وسلم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. بسم الله ما شاء الله لا يسوق الخير إلا الله. بسم الله ما شاء الله لا يصرف السوء إلا الله. بسم الله ما شاء الله وما بنا من نعمة فمن الله. يا صفوة العباد മുത്ത് റസൂലേ മണം വീശിടും സുഗന്ധമോടെ ഹാലേ യാ ഖൈറ ഖൽഖില്ലാഹി ഉത്തമനാദരേ എല്ലാ ഗുണങ്ങൾക്കും ഇടാതിരുദൂതരേ അമീന പെറ്റേ അൽ അമീനായി വന്നേ ഈമാനുടയോർക്ക് അമാനായി നിന്നേ. സുബ്ഹാന റബ്ബിയല്ലദീ അസ്റാ ബികാ ഹത്താ റഖീത മുനാജിയൻ ലിറബ്ബികാ هذا بجسمك لم يكن للأنبياء قبل فجد كرما وقنا هاويا. نحن عصاة لا مآل سواك فخذ الأيادي واحمنا بهماك. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, ഉമ്മപെങ്ങന്മാരെ, ഈ മുടിപ്പിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഷറഫുസ് സാദാത്ത് തങ്ങളവരുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും നടക്കുന്ന സഖാഫിയ റാത്തീബിന്റെ മുന്നോടിയായി അൽഹംദുലില്ലാഹ് കുറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഷറഫുസ് സാദാത്ത് തങ്ങളവர்கள் ക്ഷണിച്ചപ്പോ, എന്നെ വിളിച്ചപ്പോ ഇവിടെ വന്നിട്ട് ബറക്കത്തിന് വേണ്ടി കുറഞ്ഞ കാര്യങ്ങൾ അല്പസമയം സംസാരിച്ചിട്ട് ബറക്കത്ത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അഹ്ലു ബൈത്തിന്റെയും ഇവിടെ നടക്കുന്ന റാത്തീബിന്റെയും ദിക്റിന്റെ മജ്ലിസിന്റെയും എല്ലാം ഒരു ബറക്കത്ത് കിട്ടലാണ് എന്റെയും നമ്മളെല്ലാവരുടെയും ലക്ഷ്യം. അഹ്ലു ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദദ് കൊണ്ട്, അവിടുത്തെ പുള്ളികളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും
അല്ലാഹുവേ പരിഹരിച്ച് റാഹത്താക്കി തരണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും മഹാന്മാരായ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ പരമ്പര, അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പമാരുടെ പരമ്പര, ഉമ്മാമമാരുടെ പരമ്പര, അവരുടെ ഒക്കെ ബറക്കത്ത് ഞങ്ങൾക്ക് രണ്ട് ലോകത്തും നൽകണേ അല്ലാഹ്. ഇന്നലെ മീയപ്പദവിന്റെ അടുത്ത് കഴിഞ്ഞ രാത്രി, ഇന്നലെ രാത്രി, വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി പ്രസംഗമുണ്ട്. ഇശാ കഴിഞ്ഞ ഉടനെ അവിടെ തന്നെ മീയപ്പദവിന്റെ അടുത്ത് ബദവി നഗറിൽ പ്രസംഗം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാനിരിക്കുകയാണ് ഞാൻ. അല്ലാഹു തആല എല്ലാം ഖൈറാക്കി തരുമാറാകട്ടെ. ഈ സ്ഥാപനം വളരെ പെട്ടെന്ന്, മുടിപ്പിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നില്ല. വലിയൊരു പള്ളിയും വലിയൊരു സ്ഥാപനവും അഹ്ലു ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെ ഉണ്ടായതാണ്. 6-7 കൊല്ലത്തിന്റെ ഉള്ളിൽ വളരെയധികം ജനങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടായി. ഒരുപാട് ആൾക്കാരെ രോഗങ്ങൾ മാറി. അങ്ങനെ ഒരുപാട് മുഅ്മിനീങ്ങളും മുസ്ലിം അല്ലാത്തവരും നോൺ മുസ്ലിംസ് അവർക്കും ബഹുമാനപ്പെട്ട സയ്യിദന്മാരെ കൊണ്ട്, അവരുടെ മകളെ ഭർത്താവായ എന്റെ അടുത്ത നാട്ടുകാരനായ ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ തങ്ങൾ പാങ് മലപ്പുറം ജില്ലക്കാരനായ, അവരുടെയൊക്കെ നേതൃത്വം കൊണ്ടും അവരുടെയൊക്കെ വാക്കുകൊണ്ടും അവരുടെ ചികിത്സ കൊണ്ടും അവരുടെ സാരോപദേശങ്ങൾ കൊണ്ടും ഒരുപാട് മനുഷ്യന്മാർക്ക് വലിയ പരിഹാരങ്ങൾ ഉണ്ടായിപ്പോയി. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ ഈ സ്ഥാപനത്തിനെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കൾ പരമ്പരയെ പറ്റി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ് ഈ മക്കളെ പരമ്പര. അത് ഹദീസിൽ മാത്രമല്ല, ഖുർആനിലുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞൊരു ആയത്ത് എല്ലാവർക്കും അറിയാം. ഏറ്റവും ചെറിയ സൂറത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. ഈ ആയത്ത് അല്ലെങ്കിൽ ഈ സൂറത്ത്, ഈ ആയത്തുകൾ ഇറങ്ങാനുള്ള കാരണം, അതിന്റെ സബബുൻ നുസൂൽ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അടക്കമുള്ള മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ആസ് ഇബ്നു വാഇൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിച്ച ഒരു മനുഷ്യനാണ്. ആസ് ഇബ്നു വാഇൽ, വാഇലിന്റെ മോനായ ആസി എന്നാണ് അയാളെ പേര്. ആ മനുഷ്യനടക്കം പലരും പറഞ്ഞു. എന്തു പറഞ്ഞു? മുഹമ്മദ് അബ്തറാണ്, വാലറ്റവനാണ്, മക്കള് പരമ്പര നിലനിൽക്കൂല, മുഹമ്മദിന്റെ പുള്ളികൾ ഇവിടെ നിലനിൽക്കൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹു തആല ആ ആസ് ഇബ്നു വാഇൽ അടക്കമുള്ള എല്ലാ ശത്രുക്കൾക്കും, ഇനി ആരൊക്കെ അങ്ങനെയുള്ള ശത്രുക്കളുണ്ടോ ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കള് പരമ്പര നിലനിൽക്കുകയില്ല, അവിടുത്തെ പുള്ളികൾ നിലനിൽക്കുകയില്ല എന്ന് പറയുന്ന ആൾമാർക്ക് മറുപടിയായിട്ട് അല്ലാഹു പറയാണ്, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്ന ശാനിഅക, തങ്ങൾ പരമ്പരയില്ലാത്തവനാണെന്ന് പറഞ്ഞുകൊണ്ട് നബിയെ തങ്ങൾ ആക്ഷേപിക്കുന്നവരാരൊക്കെയുണ്ടോ ഹുവൽ അബ്തർ, അവർക്ക് പരമ്പരയില്ലാത്തവരാണ്. അങ്ങനെ പറയുന്നവർ അവർ എല്ലാ നിഅമത്തിൽ നിന്നും മുറിക്കപ്പെട്ടവരാണ്. അല്ലാഹുവിന്റെ നിഅമത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് എന്നുമെന്നും അവര് ആട്ടപ്പെട്ടവരാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കള് പരമ്പര, അവിടുത്തെ മക്കളുടെ മക്കളുടെ മക്കൾ,
അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമെന്ന് ഖുർആനിന്റെ ആയത്താണ് ഇപ്പൊ ഞാൻ തെളിവായി പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല, ഖുർആൻ പണ്ഡിതന്മാർ മുഫസ്സിറുകൾ പറഞ്ഞതാണ്. അങ്ങനെ ഒരുപാട് ഹദീസുകളുണ്ട്. ഒരിക്കൽ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി പറയുന്നുണ്ട്, സ്വഹീഹ് മുസ്ലിമിൽ ആ ഹദീസുണ്ട്. ഇമാം നവവി തങ്ങളുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബിൽ അത് ഉദ്ധരിക്കുന്നുണ്ട്, നഖൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരു യാത്രയിലാണ്. സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളൊരു യാത്രയിലാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് ആ റസൂലുള്ളാഹിന്റെ കൂടെ ഞങ്ങളും യാത്ര പോകുമ്പോൾ ഖും എന്ന് പറയുന്ന ഒരു സ്ഥലം, അത് മക്കയുടെയും മദീനയുടെയും ഇടയിൽ ഉള്ള ഒരു സ്ഥലമാണ്. ആ ഖും എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ചില കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞു. എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാചകം, യൂശികു അൻ യഅതി റസൂലു റബ്ബി ഫഉജീബ. ഞാൻ റസൂലുള്ളാഹ് പറയാണ്, യൂശികു അൻ യഅതി റസൂലു റബ്ബി, എൻ്റെ റബ്ബിന്റെ ദൂതനായ എൻ്റെ റബ്ബിന്റെ റസൂലായ മലക്ക്. റസൂൽ എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞ റസൂൽ മലക്കിനെ പറ്റിയാണ്. റൂഹിനെ പിടിക്കുന്ന മലക്കായ അസ്റായീൽ എന്ന മലക്കിനെ പറ്റിയാണ്. അസ്റായീൽ എന്ന മലക്ക്, അസ്റായീൽ അലൈഹിസ്സലാം, എൻ്റെ അടുക്കൽ വരാനുള്ള ടൈം അടുത്തിട്ടുണ്ട്, ഞാൻ വഫാത്താകാൻ അടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വഅന താരിക്കും ഫീക്കും സഖലൈനി, ഏറ്റവും വലിയ രണ്ട് വിഷയം, സഖലൈനി, ഏറ്റവും വലിയ ഭാരമുള്ള രണ്ട് വിഷയം നിങ്ങളിലേക്ക് തന്നുകൊണ്ടാണ് ഞാൻ വഫാത്താകുന്നത്. ആ രണ്ട് കാര്യം അത് ഖിയാമത്ത് നാൾ വരെ നശിക്കൂല്ല. ഒന്നാമത്തെ കാര്യം എന്താണ്? കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനാണ്. കണ്ടൻ ചൂടർ കണ്ടിട്ടീളം ചോദി ഭയപ്പെട്ടുള്ള കലക പുലി ഫാറൂഖി ശംബിയ സ്വഫി യല്ലാവേ ഇണ്ട് നമൈകളെ ഓമൈക്കൊണ്ട് ഉള്ളറിവീൻ വേഗം മികലാൽ റദിന നീറമർ ചെയ്യും പാടി പോലോക്ക. മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ ബദർപ്പടപ്പാട്ടിലെ വരിയാണ് ഞാൻ ഇപ്പോൾ പാടിയത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വഅന താരിക്കും ഫീക്കും സഖലൈൻ, രണ്ട് വലിയ വിഷയം നിങ്ങളിലേക്ക് ഇട്ടുകൊണ്ടാണ് ഞാൻ വഫാത്താകുന്നത്. ഒന്ന് ഏതാണ്? കിതാബുല്ലാഹ്, ഒന്ന് അല്ലാഹുവിന്റെ ഖുർആനാണ്. ആ ഖുർആനിനെ പറ്റിയാണല്ലോ മോയിൻകുട്ടി വൈദ്യർ പറഞ്ഞത്. എന്ത് കണ്ടൻ ചുടറി കണ്ടിട്ടിളം ചോദ്യ ഭയപ്പെട്ടുള്ള കലകപ്പുലി ഫാറൂഖ്. അല്ലാഹുവിന്റെ ഖുർആനിന്റെ സൗണ്ട് കേട്ടിട്ട് ഹൃദയം വിറച്ചുപോയ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് എത്രയെത്ര ജനങ്ങളെ ഖൽബിന്റെ ഉള്ളിലേക്കാണ് ആണ്ട് പൂണ്ടിറങ്ങിയത് പരിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാൻ വേണ്ടി വന്നതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പക്ഷേ ഖുർആനിന്റെ സൗണ്ട് കേട്ടപ്പോ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ ഖൽബിന്റെ ഉള്ളിലേക്ക് അതങ്ങട്ട് ആണ്ട് പൂണ്ട് ഇറങ്ങുകയാണ്. ആ ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവ്വലുഹുമാ കിതാബുല്ലാഹ്, രണ്ട് കാര്യം നിങ്ങൾക്ക് ഞാൻ തന്നുകൊണ്ട് പോകുന്ന ഒന്നാമത്തെ കാര്യം അത് അല്ലാഹുവിന്റെ ഖുർആനാണ്. എന്നിട്ട് ആ ഖുർആനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫീഹിൽ ഹുദാ വന്നൂർ, എല്ലാ വിഷയത്തിന്റെയും പരിഹാരം ഖുർആനിലുണ്ട്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്,
വ അഹ്ലു ബൈത്തി, എൻ്റെ മക്കള് പരമ്പരയാണ്. അപ്പൊ ഖുർആൻ നശിക്കുമോ ഖിയാമത്ത് നാളിന്റെ മുമ്പ്? ഇല്ല. അതിന്റെ മുമ്പും നശിക്കൂല, ശേഷവും അത് നശിക്കൂല. എന്നാൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന സംഗതിയാണ് പരിശുദ്ധ ഖുർആൻ. അതുപോലെ ഖിയാമത്ത് നാൾ വരെ നശിക്കാതെ പരമ്പര മുറിയാതെ കാലാകാലവും നിലനിൽക്കുന്നതാണ് എന്ത്? റസൂലുള്ളാഹിന്റെ മക്കള് പരമ്പര. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇന്തോനേഷ്യയുടെ, മലേഷ്യയുടെ, പാകിസ്ഥാന്റെ, ബംഗ്ലാദേശിന്റെ, അങ്ങനെ യമന്റെ, ലോകത്ത് ഇസ്ലാമിന്റെ ചൈതന്യങ്ങൾ എവിടെയോ എല്ലാം ഉണ്ടോ അതിൻ്റെ ഒക്കെ ചൈതന്യം ഉള്ള ഏത് നാടുകൾ പരിശോധിച്ചാലും ഒരുപാട് പ്രദേശങ്ങളിൽ ഇസ്ലാമിനെ എത്തിച്ചത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം എത്തിച്ചത് അഹ്ലുബൈത്താണ്, സയ്യിദന്മാരാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കള് പരമ്പരയാണ്. അതുകൊണ്ട് തന്നെ ആ അഹ്ലുബൈത്തിൽപ്പെട്ട ആദൂരിലുള്ള ഒരു സയ്യിദ് വന്നിട്ട് ഈ നാട്ടിൽ, ഈ മുടിപ്പിൽ ഒരു വലിയ സ്ഥാപനം തുടങ്ങി എന്നറിയുമ്പോൾ ഈ നാട്ടുകാരും പരിസരത്തുള്ള മുഅ്മിനീങ്ങളും എല്ലാ മുഅ്മിനീങ്ങളും സന്തോഷിക്കേണ്ട വിഷയമല്ലേ? അതിന് ശുക്ർ ചെയ്യേണ്ട വിഷയമല്ലേ? ഈ സാദാത്യങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി അവർക്കും ഞങ്ങൾക്കും ഏറ്റ് ജാസ്തിയാക്കി തരണേ അല്ലാഹ്. വലിയ സന്തോഷമല്ലേ? ഇൽമ് ഇവിടെ ഇനിയും ഇൽമി വികസിക്കാൻ പോവാണ്. ഇൽമിന്റെ വലിയ പദ്ധതികൾ വരാൻ പോവാണ്. നാളെ ബഹുമാനപ്പെട്ട ശൈഖുന സുലൈമാൻ ഉസ്താദ് വരികയാണ്. മറ്റന്നാള്, അതായത് ഞായറാഴ്ച അസ്തമിച്ച ഞായറാഴ്ച അസർക്ക് ഇൻഷാ അല്ലാഹ് വലിയ ദർസുകൾ ഇവിടെ വരാൻ പോവാണ്. ഉസ്താദുമാര് വരാൻ പോവാണ്. നല്ല ദർസുകളും കോളേജുകളും അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കപ്പെടുന്ന, അള്ളാഹുവിന്റെ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് പഠിപ്പിക്കപ്പെടുന്ന ദർസുകൾ, ബിരുദം ഡിഗ്രി കൊടുക്കപ്പെടുന്ന സ്ഥാപനം അതിവിടെ വരാൻ പോവാണ്. അതിന്റെ ഉദ്ഘാടനം ശൈഖുന സുലൈമാൻ ഉസ്താദ് ഞായറാഴ്ച അസറിന് ഇവിടെ എത്തുകയാണ്. എല്ലാവരും ഇവിടെ വന്നുകൊണ്ട് ഞായറാഴ്ച അസറിന്റെ മുമ്പ് തന്നെ, മറ്റന്നാൾ അസറിന്റെ മുമ്പ് തന്നെ വന്നിട്ട് ആ പരിപാടി എല്ലാവരും ആ പരിപാടി വിജയിപ്പിക്കണം. കാരണം വലിയ ആലിമീങ്ങള്, സുലൈമാൻ ഉസ്താദ് കർണാടകയിലൊന്നും വല്ലാതെ വരാറില്ല, അല്ലേ? വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ. അപ്പൊ ഉസ്താദൊക്കെ വരുമ്പോ നാട്ടുകാരും പരിസരത്തുള്ളവരും ഓൺലൈനിലൂടെ അത് കേൾക്കുന്നവര്, ഈ പരിസരത്തുള്ള ദക്ഷിണ കന്നഡത്തിലും കേരളത്തിലും ഉള്ള എല്ലാ മുഅ്മിനീങ്ങളും ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടി വരണം. ആലിമീങ്ങളെ സ്വീകരിക്കൽ അത് വലിയൊരു ഇബാദത്താണ്. അവരെ പൊരുത്തം സമ്പാദിക്കൽ വലിയൊരു ഇബാദത്താണ്. അതുമാത്രമല്ല, ഓൺലൈനിലായിട്ടും ഓഫ്ലൈനായിട്ടും കിതാബിന്റെ ക്ലാസുകൾ ഇവിടെ എടുത്തു കൊടുക്കുമ്പോൾ, അതുപോലെ ചെറിയ കിടാക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന ZQ ക്ലാസും അതിന്റെ പരിപാടിയും അതിന്റെ സന്നദ്ധദാനവും ഉദ്ഘാടനവും അതെല്ലാം സുലൈമാൻ ഉസ്താദിന്റെ നേതൃത്വത്തിൽ മറ്റന്നാൾ നടക്കുമ്പോൾ, എൻ്റെ മുഅ്മിനീങ്ങളെ, ഞാൻ വേറെ ഒരു നാട്ടിലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ വരും. എല്ലാവരും അതിൽ പങ്കെടുക്കേണ്ടതാണ്. അതിൽ വന്നിട്ട് കൂടിയിട്ട് സഹകരിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകണേ അല്ലാഹ്. നിങ്ങൾ നോക്ക്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ദർസ് നടത്തിയ വലിയ ഔലിയാക്കളുടെ നേതാവായ ആലിമല്ലേ. എത്ര ആദരവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ച് വലിയ ആദരവ് നൽകി. മദീന എന്ന നാട്ടിൽ ദർസ് നടത്തിയ, മദീന എന്ന നാട്ടിൽ എന്താണ് മദീന? മദീനത്തുർ റസൂലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്തിയുറങ്ങുന്ന മണ്ണാണ്. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ വഫാത്തായി കിടക്കുന്ന മണ്ണാണ്. റസൂലുള്ള ജീവിച്ച, റസൂലുള്ളാന്റെ ബറക്കത്താക്കപ്പെട്ട ജീവിതം ജീവിച്ച ഒരു ജാഗേ. തീബു തുർബതിഹി ഫഹമിസ്കൻ ഗലാ വമറാമ
طيب تربته فاح مسكا غلا ومراما صل يا ربنا وسلاما صل يا ربنا وسلاما. ഒരു സ്വലാത്തുകൾ ചൊല്ലിയാൽ മദീനയെ പറ്റിയാണ് പറയുന്നത്. ആ ബൈത്ത് ബഹുമാനപ്പെട്ട ശൈഖുന കുണ്ടൂർ ഉസ്താദ് ശൈഖുന കുണ്ടൂർ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ നവറല്ലാഹു മർഖദ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് പറഞ്ഞുകൊണ്ട് മദ്ഹ് പാടിക്കൊണ്ട് പാടിയ ബൈത്താണ് തീബു തുർബത്തിഹി. ആ ഹബീബായ തങ്ങൾ അന്തിയുറങ്ങുന്ന മണ്ണ് അത് മദീനയിലെ മണ്ണാണ്. മദീന എന്ന ജാഗെ ലോകത്ത് ഏറ്റവും ബറക്കത്തുള്ള ഒരു നാടാണ്. ലോകത്തുള്ള എല്ലാ റായത്തിൽ നിന്നും ഏറ്റവും ബറക്കത്തുള്ള നാട് ഏതാണ്? അത് മദീനയാണ്. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ. എല്ലാവരും സ്വലാത്ത് ചൊല്ലിയില്ലേ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്ത് മുഹമ്മദ് മുസ്തഫ സയ്യിദന്മാര് ഷറഫ് സാദാത്ത് തങ്ങളവർകളെ ഉപ്പാപ്പാനെ പറ്റിയാണ് പറഞ്ഞത്. സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ച 53-ാമത്തെ വയസ്സ് മുതൽ 63 വയസ്സ് വരെ 10 കൊല്ലം ജീവിച്ചത് ആ നാട്ടിലാണ്, മദീന എന്ന മണ്ണിന്റെ മുകളിലാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തില്ലേ? സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് ആ ദുആ. ബിസ്മില്ലാഹി തുർബത്തു അർളിനാ ബിരീഖത്തി ബഅദിനാ യുശ്ഫാ ബിഹി സഖീമുനാ ബിഇذനി റബ്ബിനാ ഖാല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൈഡിലുള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റിട്ട് ഈ സൈഡിലേക്ക് ഇരിക്കുകയാണെങ്കിൽ വലിയൊരു ഹൈറാവും. കാരണം നേരെ മുഖം കാണുന്ന അവിടെയാണ്. അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് മുന്നിലേക്ക് ഇരിക്കി. അള്ളാഹു തആല എല്ലാവരെയും മുന്നിലേക്ക് ആക്കണേ അല്ലാഹ്. ഖൈറിന്റെ വിഷയത്തിൽ മുന്നിൽ ആക്കണേ അല്ലാഹ്. ഈ സയ്യിദന്മാരെ പിന്നാലെ നമ്മൾ സ്വർഗത്തിലേക്കുള്ള ലൈനിൽ ആ സഫിൽ ക്യൂ ആയി നിൽക്കുമ്പോൾ മുന്നിലേക്ക് ആക്കണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ ദുആയാണ്, റസൂലുള്ളാഹിന്റെ മന്ത്രമാണ്. എന്ത്? ബിസ്മില്ലാഹി, അള്ളാന്റെ പേര് കൊണ്ട് ഞാൻ മന്ത്രിക്കുന്നു. തുർബത്തു അർളിനാ, മദീനയിലെ മണ്ണിനെ പറ്റിയാണ് പറയുന്നതെന്ന് ഒരുപാട് മുഹദ്ദിസുകൾ പറയുന്നു. മദീന മണ്ണിനെ തപസ്സുലാക്കിയിട്ട് മദീന എന്ന രാജ്യം വേറെ ഒരു രാജ്യത്തിനെ പോലെ അല്ല. ലോകത്തൊരുപാട് ഏറ്റവും സബ്സേ സിയാദ ജമീൻ പർ ബഹുത് സിയാദ ജഗ കിധർ ഹേ? ഏ മദീന, മദീനയാണ്. ഹറം പി ഹറം കേ, ഈ ഹറം എന്ന് പറയുന്ന മദീനയിലെ ഹറമിലൂടെ നടക്കുന്നവർ ഖദം റക്ക ചൽന. ഇമാം അഹ്മദ് റസാ ഖാൻ ബറേൽവി തങ്ങൾ പറയാണ്, ഈ ഹറമിന്റെ മുകളിൽ ഖദം റക്ക ചൽന എന്നാണ് പാടിയത്. മദീനയിലുള്ള മണ്ണിലൂടെ ഖദം റക്ക ചൽന, ചെരിപ്പടിക്കാല് വെച്ച് നടക്കുന്ന മനുഷ്യന്മാരെ, മുഅ്മിനീങ്ങളെ, ഈ നാട് മദീന എന്ന് പറയുന്ന നാട് വാസ്തവത്തിൽ കാല് വെച്ച് നടക്കേണ്ട മണ്ണല്ല. കഴിയുമെങ്കിൽ സാധിക്കുമെങ്കിൽ എന്ന് പറഞ്ഞാൽ തല താഴെ വെച്ച് അത്രയും ബഹുമാനത്തിൽ നടക്കേണ്ട ഒരു നാടാണ്. അത്രയും ബഹുമാനമുള്ള നാടാണെന്നർത്ഥം. സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നബി തങ്ങളെ ദുആയാണ്. എന്ത്? റസൂലുള്ളാഹിന്റെ മന്ത്രമാണ്. തുർബത്തു അർളിനാ, മദീനയിലെ മണ്ണിനെ പറ്റി അതാണ് കുണ്ടൂർ ഉസ്താദിന്റെ ബൈത്തിലുള്ളത്. എന്ത്? തീബു തുർബത്തിഹി ഫഹ മിസ്കൻ ഗല
ومراما طيب تربته فاح مسكا غلا ومراما صل يا ربنا وسلاما صل يا ربنا وسلاما طوبى لمن بنى قبة المدينة قد أقاما طوبى لمن بنى قبة المدينة قد أقاما صل يا ربنا وسلاما صل يا ربنا وسلاما. നിങ്ങളൊരു സ്വലാത്തല്ലോ സ്വല്ലി യാ റബ്ബന കുണ്ടൂർ ഉസ്താദ് ചൊല്ലിയൊരു സ്വലാത്താണ്. ഈ ബൈത്തിന്റെ ജവാബാണ്. ഭയങ്കര അസറുള്ള വലിയ ഫലം ഉള്ള സ്വലാത്താണ്. നിങ്ങൾ ചൊല്ലോ സ്വല്ലി യാ റബ്ബന സ്വല്ലി യാ റബ്ബന. ഒന്ന് ഉറക്കനെ ചൊല്ലിയ റാഹത്താവും. സ്വല്ലി യാ റബ്ബന സല്ലിമന്ന അലാ സല്ലിമന്ന അലാ ത്വാഹ യാസീൻ സല്ലിമന്ന അലാ ത്വാഹ യാസീൻ. അല്ലാഹു തആല ഈ സ്വലാത്ത് ചൊല്ലിയ വകയിൽ ഈ സ്ഥാപനത്തിനെ ഉയർത്തണേ, ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഇവിടെ തുടങ്ങാൻ പോകുന്ന ദർസുകളും സബക്കുകളും ഡിഗ്രികളും എല്ലാം വലിയ ബറക്കത്തുള്ളതും ദീനിനിക്ക് ഉപകാരമുള്ളതും ആക്കണേ അല്ലാഹ്. കുണ്ടൂർ ഉസ്താദ് പാടുകയാണ് സ്വല്ലി യാ റബ്ബന സല്ലിമന്ന അലാ ത്വാഹ യാസീൻ സ്വല്ലി യാ റബ്ബന സല്ലിമന്ന അലാ ത്വാഹ യാസീൻ. മുത്ത് മാണിക്യമാണ് വഹമീം മുത്ത് മാണിക്യമാണ് വഹമീം. സ്വല്ലി ചൊല്ലി ചൊല്ലി അല്ലാഹു ബറക്കത്താക്കട്ടെ. കൂടുതൽ സ്വലാത്ത് എല്ലാം തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. സ്വല്ലി യാ റബ്ബന സല്ലിമന്ന അലാ ത്വാഹ യാസീൻ സ്വല്ലി യാ റബ്ബന സല്ലിമന്ന അലാ ത്വാഹ യാസീൻ. മുത്ത് മാണിക്യമാണ് വഹമീം മുത്ത് മാണിക്യമാണ് വഹമീം. അല്ലാഹ് എല്ലാവരും ചെല്ലുന്നുണ്ട്. നമ്മളെ ബഹുമാനപ്പെട്ട തങ്ങളെ മകൻ ഫാക്കിഹ് തങ്ങൾ അല്ലാഹ് വലിയ ബറക്കത്തുള്ള ഹാഫിളും വലിയ ബറക്കത്തുള്ള ആലിമും ആക്കണേ അല്ലാഹ്. ഫാക്കിഹ് തങ്ങൾ ചൊല്ലിയില്ലേ കൂടുതൽ സ്വലാത്ത് ചെല്ലാൻ ഉപ്പാപ്പാടെ മേലിൽ അല്ലേ അവരെ ഉപ്പാപ്പയായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ ഒരുപാട് സ്വലാത്ത് ചെല്ലാൻ അവർക്കും അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അഹ്മദ് സയ്യിദ് അഹ്മദ് ഫാക്കിഹ് ജമലുൽ ലൈലി തവല്ലല്ലാഹു ഉംറഹു ഫീ ത്വാഅത്തില്ലാഹ് അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ആഫിയത്തുള്ള ബറക്കത്തുള്ള ദീർഘായുസ് സയ്യിദന്മാരെ മക്കൾക്കും അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പുള്ളികൾക്കും മക്കൾക്കും വലിയ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അപ്പൊ തങ്ങളെ എന്താ ചൊല്ലിയത് ഫാക്കിഹ് തങ്ങൾ കേട്ടില്ലേ സ്വല്ലി യാ റബ്ബന ചൊല്ലി ചൊല്ലി എല്ലാവരും ചൊല്ലി സ്വല്ലി യാ റബ്ബന സല്ലിമന്ന അലാ ത്വാഹ യാസീൻ സ്വല്ലി യാ റബ്ബന സല്ലിമന്ന അലാ ത്വാഹ യാസീൻ. മുത്ത് മാണിക്യമാണ് വഹമീം മുത്ത് മാണിക്യമാണ് വഹമീം. ആ മദീനയിലെ മുദർരിസാണ് ആരെന്നാ പറഞ്ഞത്? നിങ്ങളിപ്പോൾ അതിൻ്റെ ഇടയിൽ കല്യാണത്തിൻ്റെ ഇടയിൽ കാനോത്ത് മറന്നോ? ആരാന്നാ പറഞ്ഞപ്പോൾ നമ്മൾ ആ ഉസ്താദ് മാലിക് ഇമാമിൻ്റെ പേര് പറഞ്ഞല്ലോ. അല്ലാഹു തആല എപ്പോഴും അങ്ങനെ ഖൈറായ
സ്വാലിഹീങ്ങളെ പേര് നാവുകൊണ്ട് ഇങ്ങനെ തോനെ കൂടുതൽ പറയാൻ അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഇമാം മാലിക് തങ്ങൾ വലിയ ആലിമാൻ. ആ മാലിക് ഇമാമനെ പോലത്തൊരു ആലിമിനെ അവരെ വഫാത്തിന് ശേഷം ഒരൊറ്റ ഉമ്മയും പെറ്റിട്ടില്ല. അവരടുക്കന്ന് മദീനയിൽ പോയി ഓതിപ്പടിച്ച ശിഷ്യനല്ലേ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ആ മഹാനായ മുദർരിസായ, മദീനത്തെ മുദർരിസായ ഉസ്താദായ ഇമാമു ദാരിൽ ഹിജ്റ, മദീന രാജ്യത്തിന്റെ ഇമാമായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിലൂടെ നടക്കുമ്പോ ഒരൊറ്റ വട്ടം പോലും മദീന ജമീൻ പർ ചലനെ ടൈം നടക്കുന്ന സമയത്ത് അവരെന്തായിട്ടില്ല, ചെരുപ്പ് ധരിച്ചിട്ടില്ല, ഷൂ ധരിച്ചിട്ടില്ല, മെതിയടി ധരിച്ചിട്ടില്ല. അല്ല, ഏതെങ്കിലും കിതാബിലുണ്ടോ മദീനത്ത് നടക്കുമ്പോൾ ചെരുപ്പ് ധരിക്കാൻ പാടില്ല, ഹറാമാണെന്ന്? ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. പക്ഷേ അതൊരാദരവാണ്, ഒരു ബഹുമാനമാണ്. അങ്ങനെ ഒരു നിയമം ഒന്നുമില്ലെങ്കിലും നിയമത്തിനേക്കാളും അപ്പുറമാണ് അദബ്, ഹുക്മിനേക്കാളും മേലെയാണ് അദബ്. മുറാഅത്തുൽ ആദാബി ഔലാ മിനൽ അഹ്കാം. ഹബീബായ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവിന്റെ കാരണം കൊണ്ട് മദീന മണ്ണിൽ ജീവിച്ചപ്പോൾ ഒറ്റ വട്ടം പോലും ഇമാം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. أشهد أن محمدا رسول الله صلى الله عليه وسلم. لا حول ولا قوة إلا بالله العلي العظيم. 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 الله أكبر، الله أكبر. لا إله إلا الله. اللهم صل وسلم على سيدنا محمد وعلى آل محمد. اللهم رب هذه الدعوة التامة والصلاة القائمة آت سيدنا محمدا صلى الله عليه وسلم الوسيلة والفضيلة. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. എനിക്ക് ഇവിടുത്തെ ബാങ്ക് വളരെ ഇഷ്ടപ്പെട്ടു.
എന്താ വെച്ചാൽ ബാങ്കിൻ്റെ മുമ്പ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട്. ആ സ്വലാത്ത് മൈക്കിലൂടെ ഉറക്കെ നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ടല്ലേ. പഴയ കാലത്ത് എല്ലായിടത്തും ബാങ്ക് അങ്ങനെയായിരുന്നു. ഇപ്പോൾ അതൊക്കെ പരിഷ്കരിച്ച് ബാങ്കിൻ്റെ മുമ്പുള്ള സ്വലാത്ത് ഒഴിവായിപ്പോയി. ഇഖാമത്ത് തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഉള്ള സ്വലാത്ത് ഒഴിവായിപ്പോയി. അങ്ങനെ കുറേ പരിഷ്കാരങ്ങൾ വന്ന് മിമ്പർ, പള്ളിയിലെ മിമ്പറൊക്കെ വഹാബി പള്ളിയിലെ മിമ്പർ മോഡലായി, പല സുന്നി പള്ളിയിലെ മിമ്പറും അങ്ങനെയുള്ളത് പറഞ്ഞപ്പോൾ ബാങ്കിനെ പറ്റി പറഞ്ഞപ്പോൾ ഓർമ്മയായതാണ്. മിമ്പർ മക്കത്തും മദീനത്തും ഇപ്പോഴും ചെന്നാൽ മഅ്മൂമീങ്ങൾ അവിടുന്ന് നേരിട്ട് അങ്ങോട്ട്, ഇപ്പം നമ്മൾ കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ കിഴക്കുന്ന് പടിഞ്ഞാട്ട് അങ്ങോട്ട് കയറുകയാണ്. എന്നിട്ട് ഇമാം അങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയലാണ്. ഇത് മഅ്മൂമീങ്ങൾ കാണാതെ ബാക്കിൽ കൂടി കയറുന്ന പുതിയ മോഡൽ വഹാബി മോഡൽ മിമ്പർ പല സ്ഥലത്തുണ്ട്. കൂട്ടത്തിൽ സുന്നിയാളെ പള്ളിയിലും അങ്ങനെ വന്നുകൊണ്ട് ഒക്കെ ഡിസ്കോ മോഡലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോഴാണ് സ്വലാത്തൊക്കെ ചൊല്ലിയിട്ടുള്ള ബാങ്ക് നമ്മളെ ബഹുമാനപ്പെട്ട തങ്ങളവർകളുടെ സയ്യിദ് ഷറഫ് സാദാത്ത് അഷ്റഫ് തങ്ങളവർകളുടെ നേതൃത്വത്തിലുള്ള ഈ പള്ളിയിൽ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ സ്വലാത്ത് ഇവിടെ കൂടുതൽ കൂടുതൽ ചൊല്ലപ്പെടാൻ ബാങ്കിൻ്റെ മുമ്പും ശേഷം ഇഖാമത്തിൻ്റെ മുമ്പും ശേഷം ഇനിയിപ്പോൾ ഇവിടെ ദർസ് വരാൻ പോവാണ്. അതിൻ്റെ മുമ്പും ശേഷവും അതിൻ്റെ നടുക്കും ഒക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അങ്ങനെ സ്വലാത്ത് കൊണ്ട്, ആ സ്വലാത്ത് ആരുടെ മേലിലാണ് ചെല്ലണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലിലാണ് ചെല്ലണത്. ആ ഹബീബായ തങ്ങളെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അപ്പോൾ നല്ല നല്ല ആലിമീങ്ങൾ വരുമ്പോൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ മദീനക്കാർ സ്വീകരിച്ചത് കണ്ടില്ലേ? നിങ്ങൾ നഫീസത്ത് മാലയിലില്ലേ? ജിഗവരാം ഷാഫിഈ ഇമാം എപ്പോഴും അടുത്തേ ചെയ്തിടിക്കും തേട്ടം ഹദി ഫേറയാൽ താരീത്തേ മികവരിൽ ദീനം ഭവിക്കൂൽ ബീവിയോരിടത്തെ വിട്ടിടും ആളെ ശിഫാക്ക് തേടി മുൻ ആയത്തെ അന്ന് ബി ഗുണത്തിനോതും തേട്ടമിൻ പകരത്തെ അഹദവൻ ലീഖാനവർക്ക് നൽകിടട്ടണ്ടൂത്തേ. ഇമാം ഷാഫിഈ തങ്ങൾ ഇമാം മാലിക് തങ്ങളെ വല്ലാതെ ബഹുമാനിച്ച ഒരു ശിഷ്യനാണ്. ആണുങ്ങൾക്ക് ദർസ് നടത്തിക്കൊടുക്കുന്നു ഇമാം മാലിക് തങ്ങൾ. അപ്പം വളരെ അകലെ മറയുടെ ഒരു ഹിജാബിൻ്റെ അപ്പുറത്ത് നിന്ന് ചില നല്ല ബറക്കത്തുള്ള പെണ്ണുങ്ങൾ ആ ദർസ് കേട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ കേട്ടുപഠിച്ച വലിയ ഒരു ആലിമത്തായ ഒരു ബീവിയാണ്, അഹ്ലി ബൈത്തിൽപ്പെട്ടൊരു മഹദിയാണ്. ഇവരെ ഉമ്മാമയാണ്, ഈ ഇരിക്കണ സയ്യിദന്മാരെ ഉമ്മാമയാണ്. ആര്? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. വലിയ ആലിമത്താൻ. ഇമാം മാലിക് തങ്ങളെ ദർസ് കേട്ടവരാണ്. അല്ലാഹുവേ, അവരൊക്കെ പേര് പറഞ്ഞതിൻ്റെ ബറക്കത്ത് കൊണ്ട് മറ്റന്നാൾ ഞായറാഴ്ച ഇവിടെ തുടങ്ങാൻ പോകുന്ന ദർസ് ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ദർസാക്കണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന് വലിയ നഫ്അ് ഉള്ള ദർസും ഓൺലൈൻ ക്ലാസും ഓഫ്ലൈൻ ക്ലാസും അതിൽ സഹകരിക്കാൻ എനിക്കും ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണേ റഹ്മാനെ. സയ്യിദ് അവർകൾക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടെങ്കിലും ആ സയ്യിദ് അവർകൾ തങ്ങൾ ഉസ്താദ് അവർകൾ അവിടെ വന്നത്, മുടിപ്പിൽ വന്നത് വലിയ ഖൈറായി, നാട്ടുകാർക്കൊക്കെ വലിയ ഉപകാരമായി, ഇൽമ് കിട്ടാൻ കാരണമായി, രോഗം മാറാൻ കാരണമായി എന്ന് നമ്മളെ നാവ് കൊണ്ട് അങ്ങനൊരു വാക്ക് പറയാനെങ്കിലും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിന് വലിയ ഖൈറിൻ്റെ ഒരു അടിത്തറയാകാൻ ഈ സയ്യിദ് അവർകൾക്കും അവരെ പരമ്പരകൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിങ്ങളെല്ലാവരും ഒരു സ്വലാത്ത് ചൊല്ലിത്തരണം. എൻ്റെ ഉമ്മാക്ക് കുറച്ച് വിഷമങ്ങളുണ്ട്, ചെറിയ ശ്വാസം മുട്ടലും പലതുമുണ്ട്. അതുപോലെ തന്നെ ചേമണ്ട്.
ഡോക്ടർമാർ ബ്ലഡും കഫൊക്കെ പലതും മാറി മാറി ചെക്കാക്കിയിട്ടും ടെസ്റ്റാക്കിയിട്ടും രോഗത്തിന് എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളെല്ലാവരും ഒരു നാരിക സ്വലാത്ത് ചൊല്ലണം. എനിക്കും കുറേ മുറാദ് ഹാസിലാകാനുണ്ട്. അല്ലാഹു തആല യാ അല്ലാഹ് ഈ മജ്ലിസ് സഖാഫിയ ഇവരെ ഉപ്പാപ്പമാരുടെ ഇജാസത്ത് പ്രകാരം ചൊല്ലപ്പെടുന്ന ഈ ദിക്റിന്റെയും റാത്തിബിന്റെയും മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ ബേജാറുകളും റാഹത്താക്കണേ അല്ലാഹ്. ഒരു നാരിക സ്വലാത്ത് ചെല്ലണമെന്ന് എല്ലാവരോടും പറയുക. നിങ്ങൾ ചെല്ലൂലേ? അല്ലാഹു ഞങ്ങളിൽ ആർക്കൊക്കെ ഉഷാറില്ലാത്തതുണ്ടോ എല്ലാം ശിഫയാക്കണേ അല്ലാഹ്. മനസ്സിന് ഖൽബിന് റാഹത്ത് നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. ഒരുപാട് ഉസ്താദുമാർ സ്റ്റേജിലുണ്ട്. നമ്മളെ ലൈവ് കൊടുക്കണ ആ ഉസ്താദ് തന്നെ ഒരു മദനി ഉസ്താദാണ് അല്ലേ? അദ്ദേഹം ഒരുപാട് ഓരോരുത്തർ സേവനം ഓരോ നിലക്ക ഇങ്ങനത്തെ ഖൈറിൻ്റെ വിഷയങ്ങളൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് ഓൺലൈനിലൂടെ എത്തിച്ചു കൊടുക്കുന്ന ഒരു ഉസ്താദാണ് ആ ഉസ്താദ്. അള്ളാഹു അവർക്കും ബഷീർ ഉസ്താദ് അല്ലേ, എല്ലാവർക്കും ഖൈർ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞാൻ സയ്യിദ് അവർകൾ എന്നെ ക്ഷണിച്ചപ്പോൾ ഒരു ബറക്കത്ത് കിട്ടാൻ വേണ്ടി വന്നതാണ്. ഇൻഷാ അല്ലാഹ് 1 മണിക്കൂറൊന്നും അല്ല, ഒരുപാട് മണിക്കൂർ ഈ സ്ഥാപനത്തിൽ വയല് പറയണം. എനിക്ക് അല്ലാഹു തആല തൗഫീഖ് സയ്യിദ് അവർകളെ പൊരുത്തം കൊണ്ട്, അവരെ ഉപ്പാപ്പമാരെ ഉമ്മാമ്മമാരെ പൊരുത്തം കൊണ്ട് പിന്നീട് ഭാവിയിൽ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് തങ്ങൾ അവർകളുടെ ഒരു പൊരുത്തം പ്രതീക്ഷിച്ച് വന്നതാണ്. ഇനി ഞാൻ കൂടുതൽ പറയണില്ല. ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ അവിടെ ആ റായത്തിൽ, ഏത് റായത്തിൽ, ഈ മിയ്യപ്പദവ് അടുത്ത് തന്നെയാണെങ്കിലും ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞിട്ട് ഇങ്ങനെ പാമ്പ് പോകണമാതിരി അങ്ങോട്ട് പോകാൻ വന്നപ്പോഴും അങ്ങനെ വന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഈ സ്പീഡിൽ പോകാൻ കഴിയൂല കുറച്ച്. പക്ഷേ അയാൾ എന്നെ കൊണ്ടുവന്ന ഡ്രൈവർ അയാളെ സ്പീഡ് കണ്ടപ്പോൾ എനിക്ക് ബേജാറുണ്ട്. പക്ഷേ സയ്യിദന്മാരെ ബറക്കത്ത് കൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല. ഒരു യാത്രയിലും ഒരു സയ്യിദിനും ഒരു ആലിമിനും ഇവിടുത്തെ ഉസ്താദുമാർക്കും ഇവിടുത്തെ സഹകാരികൾക്കും ഒരു ഇടങ്ങേറ്, ബേജാറ്, ആക്സിഡൻറ്റ് നീ ഉണ്ടാക്കരുതേ അല്ലാഹ്. നിൻ്റെ കാവൽ ബദിരീങ്ങളിലൂടെ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. എല്ലാവരും ദുആയിരക്കണം ഇൻഷാ അല്ലാഹ്. നഫീസത്ത് മാല ഒക്കെ ഞാൻ പാടി പറഞ്ഞത് 2-3 ദിവസം പാടി അർത്ഥം വെച്ച് പറഞ്ഞത്, ബദർ ചരിത്രം, അതുപോലെ മുഹീദ്ദീൻ മാല എല്ലാം യൂട്യൂബിലുണ്ട്. നിങ്ങൾ യൂട്യൂബിനോട് ഇസ്തിഗാസ ചെയ്താൽ എല്ലാം നിങ്ങൾക്ക് കിട്ടാനുള്ള സൗകര്യമുണ്ട് ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ ഇശാൻസ്കാരം കഴിഞ്ഞ ഉടനെ അവിടെ ബദവി നഗറിൽ പുള്ളരടുക്കെ വയസ്സനടുക്കെ ഏതൊരു അടുക്കുണ്ട് അവിടെ. ആ അടുക്കയിൽ ഇൻഷാ അല്ലാഹ് ഇശാ നിസ്കാരം കഴിഞ്ഞ ഉടനെ പരിപാടി തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ്. ഇൻഷാ അല്ലാഹ് തങ്ങളെ ഉസ്താദ് അവർകളും പൊരുത്തപ്പെടണം, എല്ലാവരും പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും.